പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു രസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു കുറുമ്പേസ് വേൾഡ്. രസത്തിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 മീഡിയം സൈസ് തക്കാളി, 4 ഉള്ളി, 1 പച്ചമുളക്, ഒരു കുഞ്ഞിയ കഷ്ണം ഇഞ്ചി, 1 തണ്ട് വേപ്പില, 5-10 അല്ലി വെളുത്തുള്ളി. ഇനി വേണ്ടത് പുളിയാണ്. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത്. പുളി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം പുളി മുങ്ങാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ പുളി ഉടച്ച് കൊടുക്കാം. ഇനി വേണ്ടത് സ്പൈസസ് ആണ്. 1 ടീസ്പൂൺ ജീരകം, കുറച്ച് ഉലുവ, 1/2 ടീസ്പൂൺ കുരുമുളക്, ഒരു ചെറിയ കഷ്ണം കായം. കായത്തിന് പകരം കായത്തിൻ്റെ പൊടി ചേർത്താലും മതി. ഇനി തക്കാളി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കാം. ഒരു മിക്സി ജാർ എടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, മുളക്, എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, ഉള്ളി, വേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇത് 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു നല്ല ടേസ്റ്റി റെസിപ്പിയാണ്. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന കായം, ഉലുവ, കുരുമുളക്, ജീരകം എല്ലാം ചേർത്ത് കൊടുക്കാം. പൊടികൾ ഏതൊക്കെ വേണമെന്ന് നോക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിനാവശ്യമായ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതിനു പകരം മുഴുവൻ മുളകും മുഴുവൻ മല്ലി ആയാലും ചേർക്കാം. എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. വല്ലാതെ അരയ്ക്കേണ്ട, വീഡിയോയിൽ കാണിക്കുന്നത് പോലെ. ഓണത്തിൻ്റെ തയ്യാറെടുപ്പുകൾ എവിടെ വരെ എത്തി? പട്ടുപാവാടയും പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിച്ചോ? ഇനിയൊരു പാത്രം അടുപ്പിൽ വയ്ക്കാം. മൺപാത്രം ഉണ്ടെങ്കിൽ മൺപാത്രം മതി. അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇളക്കി കൊടുക്കാം. എല്ലാം ഒന്ന് വഴണ്ട് വരുമ്പോൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. പുളി കളയേണ്ട, ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും എടുക്കാം. മിക്സി ജാർ കഴുകിയ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടെ മറ്റു വീഡിയോസ് കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. ഇത്രയും നേരം മീഡിയം ഫ്ലെയിമിലായിരുന്നു. ഇനി നമുക്കത് ഹൈ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. രസം തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ചേർത്ത് കൊടുക്കാം. 1 പിടിയോളം മല്ലിയില ഞങ്ങളിവിടെ ചേർത്തിട്ടുണ്ട്. ഇതിൽ ഉപ്പോ പുളിയോ കുറവുണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇതിൽ പുളി കുറവായതുകൊണ്ട് ഞങ്ങളിവിടെ കുറച്ചും കൂടി പുളിവെള്ളം ചേർക്കുന്നുണ്ട്. തിളച്ചു കഴിയുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇരുന്ന ഫ്ലെയിം നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം. ഞങ്ങളിവിടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചട്ടി ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. 3-4 മുഴുവൻ മുളക് പൊട്ടിച്ചത് ചേർത്ത് കൊടുക്കാം. കൂടെ വേപ്പിലയും. പിന്നെ ഇളക്കി കൊടുക്കാം. മുളക് ബ്രൗൺ കളർ ആകുമ്പോൾ രസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഈ രീതിയിലാണോ രസം വയ്ക്കാറ്? ആണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പറഞ്ഞ പോലെ ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പി അല്ലേ? എല്ലാവരും ഓണത്തിന് ട്രൈ ചെയ്യണേ. കാച്ചിയത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇളക്കി കൊടുക്കാൻ മറക്കല്ലേ. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സെർവിങ് ഡിഷിലേക്ക് മാറ്റി സെർവ് ചെയ്യാം. ചോറിൻ്റെ ഒപ്പം വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഹാപ്പി ഓണം ആൻഡ് താങ്ക് യു.